രണ്ട് വേരിയബിൾസിനെ സ്വാപ്പ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം എഴുതാം. അപ്പോൾ ഫസ്റ്റ് പ്രോഗ്രാമിൽ ഹാഷ് ഇൻക്ലൂഡ് stdio.h ഒരു സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഹെഡർ ഫയലിനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാണ്. കാരണം പ്രിൻ്റ് സ്കാൻഎഫ് ഫംഗ്ഷൻ്റെ കാര്യങ്ങളൊക്കെ ഇരിക്കുന്ന ഹെഡർ ഫയലാണ് stdio.h. അപ്പോൾ അത് ആദ്യം ഇൻക്ലൂഡ് ചെയ്യുന്നു. അതിനുശേഷം ഒരു ഫംഗ്ഷൻ. അപ്പോൾ ഒരു ഫംഗ്ഷനെ എഴുതുമ്പോൾ ഫംഗ്ഷന് റിട്ടേൺ ടൈപ്പ് ഇല്ല, ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ലെങ്കിൽ വോയിഡ് എന്ന് കൊടുക്കുക. അപ്പോൾ ഞാൻ ഫംഗ്ഷനിൽ നിന്ന് വാല്യൂസ് ഒന്നും റിട്ടേൺ ചെയ്യിക്കുന്നില്ല, അതുകൊണ്ട് വോയിഡ് കൊടുത്തു. ഫംഗ്ഷൻ്റെ പേര് സ്വാപ്പ്. അതിനുശേഷം ഫംഗ്ഷനിലേക്ക് വാല്യൂസ് സെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇവിടെ എഴുതണം. ആ സെൻഡ് ചെയ്യുന്ന വാല്യൂസ് രണ്ട് ഇൻറ്റീജർ നമ്പറിനെയാണ് ഞാൻ സെൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇൻറ്റ് ആ സെൻഡ് ചെയ്യുന്ന വാല്യൂസ് ഹോൾഡ് ചെയ്യുന്നത് എ എന്ന് പറഞ്ഞ പാസ് ചെയ്യുന്നത് എ എന്ന് പറഞ്ഞ വേരിയബിളിലേക്കും പിന്നെ ഇൻറ്റീജർ ടൈപ്പിലുള്ള ബി എന്ന് പറഞ്ഞ വേരിയബിളിലേക്കാണ് ഫംഗ്ഷനിലേക്ക് വാല്യൂ സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് പാരാമീറ്റേഴ്സ് എന്ന് പറയുക. അപ്പോൾ ഇത് ഫംഗ്ഷൻ്റെ ഡെഫിനിഷനാണ് എഴുതുന്നത്. സ്വാപ്പ് എന്ന പേരുള്ള ഫംഗ്ഷൻ റിട്ടേൺ ടൈപ്പ് ഇല്ല, എയും ബിയും അതിൻ്റെ പാരാമീറ്റേഴ്സാണ്, വാല്യൂസ് ഫംഗ്ഷനിലേക്ക് അയക്കുന്ന വാല്യൂസിനെ ഹോൾഡ് ചെയ്യാനുള്ള വേരിയബിൾസ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ എഴുതുകയാണ്. ഇവിടെ തന്നെ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ എഴുതുകയാണ്. എന്താണ് ഫംഗ്ഷനിൽ പ്രോസസ്സ് ചെയ്യേണ്ട ആ ഇൻസ്ട്രക്ഷനാണ് ഡെഫിനിഷനിൽ എഴുതുന്നത്. അപ്പോൾ എ ബി എന്ന് പറഞ്ഞ വേരിയബിളിലെ വാല്യൂവിനെ സ്വാപ്പ് ചെയ്യാനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്വാപ്പ് ചെയ്യാൻ തന്നെ എയിലെ വാല്യൂസ് ബിയിലേക്ക് അസൈൻ ചെയ്യണം, ബിയിലെ വാല്യൂസ് എയിലേക്ക് കൊടുക്കണം. രണ്ടും അങ്ങനെ മാറ്റി കൊടുക്കണം. എയിലുള്ളത് ബിയിലേക്കും ബിയിലെ വാല്യൂ എയിലേക്കും ട്രാൻസ്ഫർ ചെയ്യണം. അതിനെയാണ് സ്വാപ്പ് ചെയ്യുക. അപ്പോൾ സ്വാപ്പ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും? എയിലെ വാല്യൂ എ ഈക്വൽ ടു ബി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക വെച്ചാൽ ബിയിലുള്ള വാല്യൂ എയിലേക്ക് അസൈൻ ചെയ്യും, പക്ഷേ എയിലുള്ള വാല്യൂ അവിടെ നിന്ന് ലോസ്റ്റ് ആവും. അപ്പോൾ നമുക്ക് ബിയിലേക്ക് എയിലെ വാല്യൂ കൊടുക്കാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ടെമ്പററി വേരിയബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു, ഇൻറ്റ് ടെമ്പ്. അതിനുശേഷം എന്ത് വെച്ചാൽ ഈ ടെമ്പിലേക്ക് നമ്മൾ സേഫായിട്ട് എയിലെ വാല്യൂ അസൈൻ ചെയ്യണം. അപ്പോൾ ടെമ്പിലേക്ക് എയിലെ വാല്യൂ കൊടുത്തു. അതിനുശേഷം എയിലേക്ക് ഏതിലെ വാല്യൂ ബിയിലുള്ള വാല്യൂവിനെ അസൈൻ ചെയ്തു. അപ്പോൾ എയിലെ വാല്യൂ അവിടെ ടെമ്പിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ബിയിലെ വാല്യൂ എയിലേക്ക് അസൈൻ ചെയ്തത്. പിന്നെ നമുക്ക് എന്ത് വേണം? ബിയിലേക്ക് എയിലെ വാല്യൂ കൊടുക്കല്ലേ വേണ്ടേ? അപ്പോൾ ബിയിലേക്ക് എയിലെ വാല്യൂ നമ്മൾ അവിടെ ടെമ്പററി വേരിയബിളിൽ അസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബി ഈക്വൽ ടു ടെമ്പ്. അപ്പോൾ അങ്ങോട്ട് സ്വാപ്പ് ചെയ്തു. ഇതാണ് ഫംഗ്ഷൻ. പിന്നെ ഈ ഫംഗ്ഷനിൽ നിന്നുള്ള വാല്യൂ നമ്മൾ റിട്ടേൺ വിളിച്ചിടത്തേക്ക് എവിടെ നിന്നാണ് ഫംഗ്ഷൻ വിളിച്ചത് അവിടേക്ക് വാല്യൂന് റിട്ടേൺ ചെയ്യിക്കുന്നുണ്ടെങ്കിലാണ് ഇവിടെ റിട്ടേൺ ടൈപ്പ് ഇൻറ്റീജർ ടൈപ്പാണ് റിട്ടേൺ ചെയ്യുന്നതെങ്കിൽ ഇൻറ്റ്, ഫ്ലോട്ട് ആണെങ്കിൽ റിട്ടേൺ ചെയ്യുന്നെങ്കിൽ ഫ്ലോട്ട്, അങ്ങനെ കൊടുക്കണം. പക്ഷേ ഇവിടെ വാല്യൂസ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നില്ല, അതുകൊണ്ട് ഈ റിട്ടേൺ ടൈപ്പ് വോയിഡ് കൊടുത്ത്. അപ്പോൾ വാല്യൂ ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല, ഇവിടെ സ്വാപ്പ് ചെയ്ത് ഫംഗ്ഷനുള്ളിൽ തന്നെ വാല്യൂവിനെ പരസ്പരം സ്വാപ്പ് ചെയ്ത് അവിടെ വെച്ചിരിക്കുകയാണ്. ഇത് ഈ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ എന്ന് പറയും ഈ പാർട്ടിനെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് മെയിൻ ഫംഗ്ഷൻ. എല്ലാ പ്രോഗ്രാമിലും മെയിൻ ഫംഗ്ഷൻ നിർബന്ധമാണ്. ഇതൊരു ഫംഗ്ഷനാണ്, പക്ഷെ ഇത് നിർബന്ധമായിട്ട് എഴുതേണ്ട ഫംഗ്ഷനാണ്. കാരണം എല്ലാ പ്രോഗ്രാം എക്സിക്യൂഷനും സ്റ്റാർട്ട് ചെയ്യുന്നത് മെയിനിൽ നിന്നാണ്. അപ്പോൾ മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഇവിടെ നിന്നാണ് പ്രോഗ്രാം എക്സിക്യൂഷൻ തുടങ്ങുന്നത്. അപ്പോൾ മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഞാൻ വീണ്ടും രണ്ട് വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യണം. രണ്ട് പേരിൽ ഞാൻ ക്രിയേറ്റ് ചെയ്ത് ഇൻറ്റ് പി ക്യൂ. പി ക്യൂ എന്ന പേരിൽ ഞാൻ രണ്ട് ഇൻറ്റീജർ വേരിയബിളിനെ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം എനിക്ക് യൂസറിനോട് പറയണം, കമ്പ്യൂട്ടർ യൂസറിനോട് പറയണം എൻ്റർ, രണ്ട് ഇൻറ്റീജർ വേരിയബിൾ എൻ്റർ ചെയ്യൂ എന്ന് പറയണം. അപ്പോൾ എൻ്റർ ടു വാല്യൂസ്, ഏതെങ്കിലും രണ്ട് വാല്യൂസ് എൻ്റർ ചെയ്യൂ എന്ന് നമ്മൾ പറയണം. നമ്മൾ എന്താ എഴുതിയെന്ന് വെച്ചാൽ അതവിടെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യും. ഇത് കാണുമ്പോൾ യൂസർ കീബോർഡ് വഴി വാല്യൂസ് ഇൻസേർട്ട് ചെയ്യും. അപ്പോൾ അത് റിസീവ് ചെയ്യാനുള്ള ഫംഗ്ഷനാണ് ഇൻപുട്ട് ഫംഗ്ഷനാണ് സ്കാൻഎഫ് എഴുതെങ്ങനെയാണെന്ന് വെച്ചാൽ സ്കാൻഎഫ് ബ്രാക്കറ്റിൽ നമ്മൾ ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ ഏത് ടൈപ്പ് വാല്യൂ ആണ് ഈ ഫംഗ്ഷൻ യൂസറിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേരിയബിൾ ഏതാണ്? പി ക്യൂ ഇൻറ്റീജർ ടൈപ്പ് വാല്യൂസ് ഹോൾഡ് ചെയ്യാനുള്ള വേരിയബിളാണ് അവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഫംഗ്ഷൻ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? ഇൻറ്റീജർ വാല്യൂവിനെ വേണം പ്രതീക്ഷിക്കേണ്ടത്. അപ്പോൾ ഇൻറ്റീജർ വാല്യൂ വേരിയബിൾ എന്ന് വെച്ചാൽ മെമ്മറി സ്പേസ് റിസർവ് ചെയ്ത മെമ്മറി സ്പേസിൻ്റെ ടൈപ്പ് ഇൻറ്റീജർ വാല്യൂവിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്തായിരിക്കും? ഇൻറ്റീജർ ടൈപ്പ് വാല്യൂ ആണ് %d എന്ന് പറഞ്ഞാൽ ഇൻറ്റീജർ, അതാണ് % സിമ്പിൾ വെച്ച് എഴുതുന്നത്. പിന്നെ രണ്ട് ഇൻറ്റീജർ വാല്യൂവിനെ എക്സ്പെക്റ്റ് ചെയ്യുന്നു. അതിനുശേഷം പറയേണ്ടത് ആ അഡ്രസ് ഓഫ് ദ മെമ്മറി, ഈ ഇൻപുട്ട് ഫംഗ്ഷൻ കീബോർഡിൽ നിന്ന് യൂസർ കൊടുക്കുന്ന ഡാറ്റ റീഡ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്യേണ്ട അഡ്രസ്സ് പറഞ്ഞു കൊടുക്കണം. അഡ്രസ് ഓഫ്
പി എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ അഡ്രസ്സിലേക്ക് അടുത്ത ഡാറ്റ ഇൻപുട്ട് ചെയ്യുന്നത് സ്റ്റോർ ചെയ്യേണ്ടത് ക്യൂ എന്ന് പറയുന്ന ഒരു വേരിയബിളിൻ്റെ അഡ്രസ്സിലേക്ക്. ഇതാണ് പറയുന്നത് സ്കാൻഎഫ് ഫംഗ്ഷൻ പറയുന്നത്. അപ്പോൾ സ്കാൻഎഫ് ഫംഗ്ഷൻ എന്ത് ചെയ്യുക, കീബോർഡ് വഴി യൂസർ കൊടുക്കുന്ന ഡാറ്റയെ റീഡ് ചെയ്ത് പി ക്യൂ എന്ന മെമ്മറിയിലേക്ക് കൊണ്ടുവയ്ക്കുന്നു. ആ അഡ്രസ്സാണ് അവിടെ പോയിൻ്റ് ചെയ്യിക്കുകയാണ്, ഇന്ന അഡ്രസ്സിലേക്ക് വെക്കൂ എന്ന് പറയുകയാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫംഗ്ഷനെ കോൾ ചെയ്യണം. എനിക്ക് ഈ രണ്ട് പിയിലെയും ക്യൂയിലെയും വാല്യൂ പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യണം. അപ്പം ഞാൻ ഫംഗ്ഷനിലൂടെയാണ് ഇത് ചെയ്യുന്നത്. ഫംഗ്ഷനെ കോൾ ചെയ്യണമെങ്കിൽ ഫംഗ്ഷൻ്റെ പേര് റിട്ടേൺ ടൈപ്പ് എഴുതേണ്ട ആവശ്യമില്ല അവിടെ, അത് ഫംഗ്ഷൻ ഡെഫിനിഷനിലാണ് എഴുതേണ്ടത്. ഇവിടെ ജസ്റ്റ് ഫംഗ്ഷൻ്റെ പേര് എഴുതുക. അതിനുശേഷം നമ്മുടെ ഫംഗ്ഷനിലേക്ക് വാല്യൂ സെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വാല്യൂസ്, ഇപ്പോൾ ഞാൻ പിയിലെയും ക്യൂയിലെയും വാല്യൂസാണ് ഞാൻ ഫംഗ്ഷനിലേക്ക് സെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പി കോമ ക്യൂ. അപ്പോൾ ഇവിടെ ഡാറ്റ ടൈപ്പ് ഒന്നും എഴുതരുത്, ആ വാല്യൂസ് നമ്മൾ അയക്കേണ്ട വാല്യൂസ് അവിടെ കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫംഗ്ഷനിലേക്ക് വാല്യൂ സെൻഡ് ചെയ്തു. എന്നിട്ട് ഫംഗ്ഷനിലേക്ക് വാല്യൂ നമ്മൾ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മെയിൻ ഫംഗ്ഷൻ അല്ലേ, മെയിൻ ഫംഗ്ഷനിൽ നമുക്ക് പ്രിൻ്റ് ചെയ്യാം. മെയിൻ ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് പ്രിൻ്റ് ചെയ്യാം. പ്രിൻ്റ് ചെയ്യാനുള്ളത് പ്രിൻ്റ് എഫ്. സി പ്രോഗ്രാമിൽ പ്രിൻ്റ് ചെയ്യാനുള്ള ഫംഗ്ഷൻ പ്രിൻ്റ് എഫ്. നമുക്ക് എന്താ പ്രിൻ്റ് ചെയ്യേണ്ടത്, വാല്യൂസ് ഇൻ ഏതാണ്, പിയിലെയും ക്യൂയിലെയും വാല്യൂസ് നമുക്ക് പ്രിൻ്റ് ചെയ്യണം. വാല്യൂസ് ഇൻ പി ഈക്വൽ ടു, പിയിലുള്ള വാല്യൂസ് നമുക്ക് %d എഴുതാം. ആൻഡ് ക്യൂ ഈക്വൽ ടു %d, കോമ ഇത് നമ്മുടെ പിയിലെ വാല്യൂ ക്യൂയിലെ വാല്യൂ ആണ് അവിടേക്ക് വേണ്ടത്. അപ്പോൾ പി എന്ന ആ %d എന്ന് പറഞ്ഞ പ്ലേസിൽ പിയുടെ വാല്യൂ, ഈ ക്യൂ ഈക്വൽ ടു %d എന്ന് പറഞ്ഞ പ്ലേസിൽ ക്യൂവിൽ അസൈൻ ചെയ്തിട്ടുള്ള വാല്യൂ വരും. എന്നിട്ടത് ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ ഇതാണ് പ്രിൻ്റ് ഫംഗ്ഷൻ. പിന്നെ നമുക്ക് പ്രോഗ്രാം ക്ലോസ് ചെയ്യാണ്. റിട്ടേൺ 0 നമ്മൾ എക്സിറ്റ് ചെയ്യാണ് പ്രോഗ്രാമിൽ നിന്ന്. റിട്ടേൺ 0 കൊടുക്കുന്നു. സെമി കോളൻ ഇടണം. ഓരോ സ്റ്റേറ്റ്മെൻറ്റ് കഴിയുമ്പോഴും മറക്കാതെ സെമി കോളൻ ഇടണം. അപ്പോൾ ഈ പ്രോഗ്രാം ഞാൻ സേവ് ചെയ്യണം. ആദ്യം ഞാൻ സേവ് ചെയ്യുന്നു. ആദ്യം സേവ് ചെയ്തിട്ട് ഞാൻ അതിനെ കമ്പൈൽ ചെയ്യണം. കമ്പൈൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ പ്രോഗ്രാം മെഷീൻ ഭാഷയിലേക്ക് മാറ്റുകയാണ്. കാരണം ഇത് ഹൈ ലെവൽ ലാംഗ്വേജിലുള്ളൊരു പ്രോഗ്രാമാണ്. ഇതിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റുന്ന പ്രോസസ്സാണ് കമ്പൈലേഷൻ. അവിടെ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അതവിടെ കാണിക്കും. ഇപ്പോൾ ഇവിടെ എറർ ഒന്നും കാണിക്കുന്നില്ല. ഇംപ്ലിസിറ്റ് ഡിക്ലറേഷൻ ഓഫ് ഫംഗ്ഷൻ പ്രിൻ്റ് പ്രത്യേകിച്ചൊന്നും കാണിക്കുന്നില്ല. അപ്പം നമ്മൾ കമ്പൈൽ ചെയ്ത് കഴിഞ്ഞാൽ ബിൽഡ് ചെയ്യാം. ബിൽഡ് ചെയ്യാൻ എന്തെങ്കിലും സ്പേസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഹെഡർ ഫയൽസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ ഒരു കമ്പൈലേഷൻ ഫെയിൽഡ് വന്നിട്ടുണ്ട്. 1D റിട്ടേൺഡ് എന്നുവെച്ചാൽ പ്രിൻ്റ് ഓഫ് എൻ്റർ 2 വാല്യൂസ്. ഇവിടെ എന്തോ ഒരു എറർ വന്നിട്ടുണ്ട്. പ്രിൻ്റ് ഓഫ് വാല്യൂസ് ഇൻ പ്രിൻ്റ് എന്നാണ് കൊടുത്തത്. കണ്ട ഇവിടെ എറർ വന്ന പ്രിൻ്റ് എഫ് കൊടുക്കുന്നതിന് ഞാൻ പ്രിൻ്റ് എന്ന് കൊടുത്തു. അപ്പോൾ വീണ്ടും ഞാൻ മാറ്റിയിട്ട് വീണ്ടും ഞാൻ സേവ് ചെയ്യണം. അതിനുശേഷം ഞാൻ വീണ്ടും ബിൽഡ് കമ്പൈൽ സക്സസ്ഫുള്ളി ആണെന്ന് വന്നിട്ടുണ്ട്. വീണ്ടും ഞാൻ ബിൽഡ് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ എക്സിക്യൂട്ട് ചെയ്യാൻ പോവാണ്. ഞാൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഈ വിൻഡോ നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല. വിൻഡോയിൽ വരുന്നത് എൻ്റർ 2 നമ്പർ, കാരണം ആദ്യത്തെ പ്രിൻ്റ് ഫംഗ്ഷൻ ആണ് എൻ്റർ 2 വാല്യൂസ് എന്നാണ്. അപ്പോൾ എൻ്റർ 2 വാല്യൂസ് W എന്ന് കൊടുത്താൽ W കൂടി വന്നിട്ടുണ്ട്. ഞാൻ തെറ്റി കൊടുത്താണ്. അപ്പോൾ ഞാൻ 2 വാല്യൂസ്, ഇപ്പോൾ 10 എന്ന വാല്യൂയും 20 എന്ന വാല്യൂയും കൊടുക്കുകയാണ്. എന്നിട്ട് എനിക്ക് ഔട്ട്പുട്ട് വരണം എന്താ നോക്കാം. ഔട്ട്പുട്ട് വന്നത്, ഔട്ട്പുട്ട് ഇവിടെ പ്രിൻ്റ് എഫിൽ എന്താ വന്നത്. അപ്പോൾ ഞാനിവിടെ സ്വാപ്പ് എൻ്റർ 2 വാല്യൂസ് എന്ന് കൊടുത്തു. സ്കാൻഎഫ് വഴി അത് റീഡ് ചെയ്തു. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ഫംഗ്ഷനെ വിളിക്കുകയാണ്. ഫംഗ്ഷനെ സ്വാപ്പ് പി കോമ ക്യൂ എന്ന് വിളിച്ചപ്പോൾ ഈ നേരെ എക്സിക്യൂഷൻ എവിടേക്ക് പോയെന്നറിയോ, നേരെ എക്സിക്യൂഷൻ ഫംഗ്ഷനെ വിളിക്കുമ്പോൾ ഇവിടേക്ക് വരും. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞാൽ മെയിൻ ഫംഗ്ഷൻ തൊട്ട് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യും. ആദ്യം പി ക്യൂ എന്ന് പറഞ്ഞ പേരിൽ 2 മെമ്മറി അവിടെ ഇൻറ്റീജർ വാല്യൂവിന് ആവശ്യമായ സൈസിലുള്ള മെമ്മറി അവിടെ അലോക്കേറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ റിസർവ്. ഈ അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ റിസർവ് എന്നാണ് അർത്ഥം. റിസർവ് ചെയ്ത് വെക്കുന്നു. അതിനുശേഷം പ്രിൻ്റ് ഫംഗ്ഷനാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് കമ്പ്യൂട്ടറിനോട് എന്താ പറയുന്നത്, കമ്പ്യൂട്ടറെ 2 വാല്യൂസ് എൻ്റർ ചെയ്യാൻ കമ്പൈലറിനോട് പറയുന്നത് കമ്പൈലറെ എൻ്റർ 2 വാല്യൂസ് എന്ന് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യൂ എന്ന് പറയണം. അപ്പോൾ അത് ചെയ്യും. അടുത്ത കമ്പൈലറിനോട് പറഞ്ഞാൽ കമ്പൈലറെ ആ യൂസർ തരുന്ന 2 ഡാറ്റ റീഡ് ചെയ്തിട്ട്, അത് ഇൻറ്റീജർ ഡാറ്റ ആയിരിക്കണം. ഡാറ്റയുടെ ടൈപ്പാണ് ഇവിടെ സൈൻ ചെയ്യുന്നത്. %d മീൻസ് 2 ഇൻറ്റീജർ ഡാറ്റ റീഡ് ചെയ്തിട്ട് പി എന്ന് പറഞ്ഞ മെമ്മറിയുടെ അഡ്രസ്സിൽ ക്യൂ എന്ന് പറഞ്ഞ സ്ഥലത്തും കൊണ്ടുവയ്ക്കൂ
ആ പ്ലേസ് സൂചിപ്പിക്കാൻ അഡ്രസ് ഓഫ് ഓപ്പറേറ്റർ കൊടുത്താൽ പി എന്ന് പറഞ്ഞ ക്യൂ എന്ന് പറഞ്ഞാൽ അഡ്രസ്സിൽ അവിടെ കൊണ്ടുവയ്ക്കുമോ. അപ്പോൾ പിയിലും ക്യൂവിലും ഞാനിപ്പോൾ 10 20 എന്ന് പറഞ്ഞ ഡാറ്റ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പിയിലും ക്യൂവിലും അതവിടെ അസൈൻ ചെയ്യും. അതിനുശേഷം സ്വാപ്പ് എന്ന് പറഞ്ഞാൽ സ്വാപ്പ് എന്ന് കണ്ട് ഇങ്ങനെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്ന കണ്ടാൽ അതിനർത്ഥം എന്താ, അതൊരു ഫംഗ്ഷനാണ്. അപ്പോൾ ഫംഗ്ഷനെ കോൾ ചെയ്യണം. കാരണം കമ്പൈലറിന് ഇവിടെ വരുമ്പോൾ കൺഫ്യൂഷൻ ഒന്നുമില്ല. സ്വാപ്പ് എന്ന് കണ്ട വഴിക്ക് കമ്പൈലറിന് മനസ്സിലായിട്ടുണ്ട് ഇതൊരു ഫംഗ്ഷൻ ആണെന്ന്. കാരണം മെയിൻ ഫംഗ്ഷന് മുന്നിൽ നമ്മളത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അതുകൊണ്ട് സ്വാപ്പ് എന്ന് കാണുമ്പോഴേക്കും കമ്പൈലർ മനസ്സിലാവും ഇസ് എ ഫംഗ്ഷൻ. ഉടൻ എക്സിക്യൂഷൻ നേരെ സാധാരണഗതിയിൽ ഇത് കഴിഞ്ഞാൽ ഇവിടേക്കല്ല എക്സിക്യൂഷൻ വരുന്നത്. അതിന് പകരം ഈ സ്വാപ്പ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കണ്ടാൽ ഉടൻ എക്സിക്യൂഷൻ എവിടെയാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് അവിടേക്ക് ജമ്പ് ചെയ്യുന്നു. ജമ്പ് ചെയ്തിട്ട് ഈ പിയിലെ വാല്യൂ ഉണ്ടല്ലോ 10 എന്ന് ഞാൻ കൊടുത്ത അത് ഈ ഫംഗ്ഷൻ്റെ ഉള്ളിലെ വേരിയബിൾ എയിലേക്ക് അസൈൻ ചെയ്യും. ക്യൂവിൽ ഞാനൊരു വാല്യൂ കൊടുത്തില്ലേ 20 എന്ന്, ആ 20 എന്നുള്ളത് ഈ ബി എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് അസൈൻ ചെയ്യും. അങ്ങനെ പി എന്ന് പറഞ്ഞ വേരിയബിളിൽ പിയുടെ വാല്യൂ എയിലേക്കും ക്യൂയുടെ വാല്യൂ ബിയിലേക്കും അസൈൻ ചെയ്യും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്യുമ്പോൾ ഫംഗ്ഷനെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഫംഗ്ഷൻ ഡെഫിനിഷനിലേക്ക് എക്സിക്യൂഷൻ ജമ്പ് ചെയ്യും. അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ എത്തി. ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഈ ഫംഗ്ഷൻ്റെ ഉള്ളിലെ വേരിയബിൾസാണ് എയും ബിയും. ഇത് മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിലെ വേരിയബിളാണ് പിയും ക്യൂവും. ഇത് സ്വാപ്പ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ മെമ്മറിയിൽ എ ബി എന്ന് പറഞ്ഞൊരു പുതിയ മെമ്മറി അവിടെ ക്രിയേറ്റ് ചെയ്യാണ്. ഇൻറ്റിജർ ടൈപ്പിന് വേണ്ടി 2 പുതിയ മെമ്മറി ക്രിയേറ്റ് ചെയ്തിട്ട് എ ബി എന്ന് അവിടെ പേരിടുകയാണ്. എന്നിട്ട് അതൊരു സെപ്പറേറ്റ് മെമ്മറിയാണ് എയും ബിയും. എന്നിട്ട് ഈ പിയുടെയും ക്യൂവിൻ്റെയും വാല്യൂൻ്റെ കോപ്പിയാണ് ഇവിടേക്ക് അയക്കുന്നത്. എ എന്ന് പറഞ്ഞ മെമ്മറിലേക്കും ബി എന്ന് പറഞ്ഞ മെമ്മറിലേക്കും. അപ്പോൾ ഞാൻ 10 20 എന്നാണ് ഇവിടെ കൊടുത്തെങ്കിൽ പിയിലുള്ള 10ൻ്റെ കോപ്പി എയിലേക്കും ക്യൂവിൻ്റെ ലുള്ള 20ൻ്റെ കോപ്പി ബിയിലേക്ക് അസൈൻ ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ പറയുന്ന ടെമ്പ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ മെമ്മറിയിൽ ക്രിയേറ്റ് ആവുന്നു. അതിനുശേഷം ഈ ടെമ്പിലേക്ക് എയിലെ വാല്യൂ ആ 10 ടെമ്പിലേക്ക് അസൈൻ ചെയ്തിട്ട് എയിലേക്ക് ബിയിലുള്ള 20നെ വയ്ക്കും. അപ്പോൾ ഇപ്പോൾ ഇവിടെ എയിൽ എന്തായി 20ആയി. അതിനുശേഷം ബിയിലേക്ക് ടെമ്പിലുള്ള 10 ഇല്ലേ അത് അസൈൻ ചെയ്യും. അപ്പോൾ എയിൽ 20ഉം ബിയിൽ 10ആവും. അപ്പോൾ ശരിക്കും സ്വാപ്പ് ചെയ്തില്ലേ 10 20 എന്നുള്ളത് ഇവിടെ ഫംഗ്ഷൻ്റെ വാല്യൂസ് അവിടെ സ്വാപ്പ് ചെയ്ത് എയിലും ബിയിലും 10 20 വന്നത് ഫംഗ്ഷൻ്റെ ഉള്ളിൽ വെച്ച് അത് 20ഉം 10ആയി മാറി. ഇപ്പോൾ എയിൽ 20ഉം ബിയിൽ 10ഉമാണ്. അതിനുശേഷം ഇത് അവസാനിക്കുമ്പോൾ ഫംഗ്ഷൻ അവസാനിക്കുമ്പോൾ എക്സിക്യൂഷൻ നേരെ എവിടെയാണ് ഫംഗ്ഷൻ വിളിച്ചത്, ഇവിടേക്കല്ല ഫംഗ്ഷൻ വിളിച്ചത്, ഇവിടേക്ക് വന്ന് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ഇവിടെ ഞാൻ പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു വാല്യൂസ് ഇൻ പി ഈക്വൽ ടു %d എന്നുള്ളത് ഈ പിയുടെ വാല്യൂ ആയിട്ട് റീപ്ലേസ് ചെയ്യും. ഇപ്പോൾ പിയിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്വാപ്പ് ചെയ്തു എന്നല്ല വിചാരിക്കേണ്ടത്. പക്ഷേ ഇവിടെ സ്വാപ്പ് ചെയ്തിട്ടില്ല. കാരണം ഇതിൻ്റെ കോപ്പിയാണ് ഫംഗ്ഷനിലേക്ക് അയച്ചത്. ഈ കോപ്പിയിലാണ് ഇവിടെ മാറ്റം വരുത്തിയത്. ഈ ഒറിജിനൽ വാല്യൂ ഉണ്ടല്ലോ പിയും ക്യൂവും അത് അതുപോലെ തന്നെ ഇരിക്കുകയാണ്. കാരണം കോപ്പിയല്ലേ സെൻഡ് ചെയ്തത്. അപ്പോൾ ഒറിജിനൽ എന്തായിരുന്നു 10, ക്യൂവിൽ എന്താണ് 20. അപ്പോൾ ഔട്ട്പുട്ട് വരാം പി ഈക്വൽ ടു 10 ആൻഡ് ക്യൂ ഈക്വൽ ടു 20 എന്നാണ് വരുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ ഫംഗ്ഷനെ കോൾ ചെയ്തത് ബൈ വാല്യൂ എന്ന മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഫംഗ്ഷൻ 2 തരത്തിൽ കോൾ ചെയ്യാം, ബൈ വാല്യൂ ആയിട്ടും ബൈ റെഫറൻസ് ആയിട്ടും. ഇവിടെ ബൈ വാല്യൂ ആയിട്ട് കോൾ ചെയ്യുമ്പോൾ ഫംഗ്ഷനിലേക്ക് അയക്കുന്നത് ഈ കോൾ ചെയ്യുന്ന വാല്യൂസിൻ്റെ ഒരു കോപ്പിയാണ് ഫംഗ്ഷനിലേക്ക് സെൻഡ് ചെയ്യുന്നത്. ബൈ വാല്യൂ ആയിട്ട് അയക്കുമ്പോൾ കോപ്പി ആയിട്ട് സെൻഡ് ചെയ്യുമ്പോൾ ഇവിടെ പിയുടെ കോപ്പിയാണ് ബി എയിലേക്കും ക്യൂവിൻ്റെ കോപ്പിയാണ് ബിയിലേക്കും. അവിടെ വെച്ചിട്ട് എയിലും ബിയിലും വാല്യൂസ് പരസ്പരം സ്വാപ്പ് ചെയ്തു. പക്ഷെ അപ്പോൾ തിരിച്ച് ഫംഗ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് ഇവിടേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഫംഗ്ഷനിൽ നിന്ന് പുറത്ത് വരുമ്പോൾ എ ബി എന്ന് പറഞ്ഞ മെമ്മറി അവിടെ നിന്ന് ഡിലീറ്റ് ആയി പോകും. അപ്പോൾ എപ്പോഴൊക്കെയാണ് ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത് അപ്പോഴൊക്കെ മെമ്മറിയിൽ എയും ബിയും വരും. ഫംഗ്ഷനിൽ തിരിച്ചു പോകുമ്പോൾ ആ മെമ്മറിയിൽ നിന്ന് എയും ബിയും ഡിലീറ്റ് ആയി പോവുകയും ചെയ്യും. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ്റെ ഉള്ളിലെ ഈ വേരിയബിൾസിനെ പറയുന്ന പേരാണ് ലോക്കൽ വേരിയബിൾസ്. എന്നുവെച്ചാൽ ലോക്കലാണ്, അതിൻ്റെ ലൈഫ് ലോക്കലാണ്. ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ മെമ്മറിയിലേക്ക് ക്രിയേറ്റ് ആവും, ഫംഗ്ഷനിൽ നിന്ന് പോകുമ്പോൾ മെമ്മറിയിൽ നിന്ന് അത് ഡിലീറ്റ് ആയി പോകും. അതാണ് ലോക്കൽ വേരിയബിൾസ്. എല്ലാ ഫംഗ്ഷനും ഈവൻ മെയിൻ ഫംഗ്ഷനും പുറത്ത് നമ്മൾ ഇവിടെയൊക്കെ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഈ പ്രോഗ്രാം കഴിയുന്നിടത്തോളം അത് മെമ്മറിയിൽ ഉണ്ടാവും. അങ്ങനത്തെ വേരിയബിൾസിനെയാണ് ഗ്ലോബൽ വേരിയബിൾസ് എന്ന് പറയുക. അപ്പോൾ ഈ പ്രോഗ്രാമിൽ ഞാനിപ്പോൾ ഇവിടെ ഞാൻ പ്രിൻ്റ് കൊടുക്കുമ്പോൾ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് പ്രിൻ്റ് കൊടുത്തപ്പോൾ എൻ്റെ വാല്യൂവിൽ മാറ്റമൊന്നുമില്ല. ഞാൻ ഇവിടെ ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഞാൻ പ്രിൻ്റ് എ കോമ ബി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് 2010 വരാം. ഇത് പ്രിൻ്റ് ബിഫോർ ഫംഗ്ഷൻ കോൾ എന്ന് വരുമ്പോഴും ഇവിടെ 10 20 വരാം. ഇവിടെ ഞാൻ പ്രിൻ്റ് ആഫ്റ്റർ ഫംഗ്ഷൻ കോൾ എന്ന് പറഞ്ഞാലും 10 20 എന്നാണ് വരിക. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് ഞാൻ വേണമെങ്കിൽ ഇവിടെ എങ്ങനെ എഴുതാം, പ്രിൻ്റ് എഫ് ആണ് പ്രിൻ്റ് ചെയ്യാനുള്ള ഫംഗ്ഷൻ.
പ്രിൻ്റ് എഫ് എന്നിട്ട് ഞാനിവിടെ എന്താണ് ബിഫോർ ഫങ്ഷൻ കോൾ ഡബിൾ കൊട്ടേഷനുള്ളിൽ എഴുതാണ് ബിഫോർ ഫങ്ഷൻ കോൾ വാല്യൂ ഓഫ് പി ഈക്വൽ ടു before function call value of p equal to %d and q equal to %d ഡബിൾ കൊട്ടേഷൻ ക്ലോസ് ചെയ്യുക കോമ ആ %d ആയിട്ട് റീപ്ലേസ് ചെയ്യേണ്ടത് ഏതാണ് പിയിലെ വാല്യൂ ക്യൂയിലെ വാല്യൂ പി കോമ ക്യൂ ഈ വാല്യൂസാണ് അവിടെ നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ട സെമിക്കോളോടെ ഞാൻ എന്നിട്ട് ഇതിന് ആഫ്റ്റർ സ്വാപ്പ് എന്ന് എഴുതാം ആഫ്റ്റർ സ്വാപ്പ് വാല്യൂസ് ഇൻ പി ഈക്വൽ ടു ഇങ്ങനെ എഴുതി ഇനി ഞാനതിനെ സേവ് ചെയ്യുകയാണ് നമ്മൾ സേവ് ചെയ്ത് കഴിയുമ്പം കമ്പൈൽ ചെയ്യണം കാരണം ഹൈ ലെവൽ ലാംഗ്വേജിന് മെഷീൻ ഭാഷയിലേക്ക് മാറ്റുന്നു സക്സസ്ഫുള്ളി ആയിട്ടുണ്ട് പിന്നെ ബിൽഡ് ചെയ്യുമ്പോഴാണ് ഈ ഇൻക്ലൂഡ് ഫയൽസൊക്കെ അവിടെ കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ബിൽഡ് എക്സിക്യൂട്ടിൻ്റെ ഔട്ട്പുട്ട് വിൻഡോ നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല ഞാനിവിടെ എൻ്റർ ടു വാല്യൂസ് ഞാൻ എൻ്റർ ചെയ്യണം ഇപ്പം ഞാൻ ഇവിടെ 10ഉം സ്പേസ് ഇട്ട് 20ഉം ഞാൻ എൻ്റർ ചെയ്തു അപ്പോൾ ബിഫോർ സ്വാപ്പ് 10 20 തന്നെ ആഫ്റ്റർ സ്വാപ്പ് വാല്യൂസ് ഇൻ പി ഈക്വൽ ടു 10 ക്യൂ ഈക്വൽ ടു 20 ബിഫോറും ആഫ്റ്ററും സെയിം തന്നെയാണ് വന്നത് ചേഞ്ച് ചെയ്തിട്ടില്ല ഫംഗ്ഷനിലേക്ക് വിളിക്കുന്നതിന് മുന്നേ പിയുടെ വാല്യൂ ക്യൂവിൻ്റെ വാല്യൂ 10 20 ഫംഗ്ഷനിൽ നിന്ന് വന്ന് തിരിച്ചു വന്നപ്പോഴും 10 20 ആണ് അപ്പോൾ ഇതാണ് ബൈ വാല്യൂ ആയിട്ട് കോൾ ചെയ്യുന്നത് ബൈ റഫായിട്ട് കോൾ ചെയ്യുന്നത് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരാം അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ